ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചാൽ ഒട്ടും തന്നെ ഈസ്റ്റും അതുപോലെ തന്നെ അപ്പക്കാരവും ചേർക്കാത്ത, അതായത് ബേക്കിംഗ് സോഡയും ചേർക്കാത്ത അടിപൊളി വെള്ളാപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് 1.5 കപ്പ് പച്ചരിയാണ്. അപ്പോൾ പച്ചരി 1.5 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്രയാണോ തേങ്ങയുടെ വെള്ളം കിട്ടുന്നത് ആ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അരി നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ ഇനിയും ആഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ആവശ്യാനുസരണം നോക്കിയിട്ട്. ഇപ്പം ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക ഈസ്റ്റും അപ്പക്കാരം ഒന്നും ചേർക്കാതെ നന്നായിട്ട് പൊങ്ങി വരുന്ന വെള്ളാപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങയാണ്, തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഈ തേങ്ങയും അരിയും മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ മാത്രം നമ്മൾ പുറത്തുനിന്നുള്ള എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ജാറിലേക്ക് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ പകുതി മാത്രം ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ടൈം അരക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ മെയിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ കുതിർത്ത് വെച്ച വെള്ളം ഇത് മുങ്ങുന്ന രീതിയിലല്ല, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല, വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല, വെള്ളപ്പം കിട്ടാതെ ഒന്നും ആവത്തില്ല. നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2ാമത്തെ തവണയും അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 2 കൂട്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും 2 തവണ അരക്കുന്നതാണെങ്കിൽ ഏത് കൂട്ടായാലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല പൊങ്ങി പതയുന്ന കൂട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തു നോക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാവ് കിട്ടും. ഈ തേങ്ങ ആദ്യമേ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ അരിയുടെ കൂടെ അത് കുതിർന്ന് പുളിച്ച് കിട്ടാനാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ, തേങ്ങ ആദ്യമേ ഇടുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളാപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തവി എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, അത് ചുറ്റിക്കുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഹോള് വീഴുന്നുണ്ട്. വെയിറ്റ് ചെയ്യേണ്ട താമസമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളാപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം. ആദ്യം ഒരു സൈഡ് നമ്മൾ നേരിയതായിട്ട് സൈഡുള്ളത് കൊണ്ട് ഒന്ന് വിടിച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് വലിച്ചെടുക്കാവുന്നതാണ്. സൈഡ് നന്നായിട്ട് നേരിയ രീതിയിലുള്ള വെള്ളാപ്പം, നന്നായിട്ട് പൊങ്ങി വന്ന വെള്ളാപ്പാണ്. അപ്പോൾ ആര് വീണ വെള്ളാപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കട്ടിയായിട്ട്, അതായത് സോഫ്റ്റ് കട്ടിയായിട്ട്, സൈഡൊക്കെ നന്നായിട്ട് നേരിയതായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. അപ്പോൾ മറ്റു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.